ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ പാരലൽ ലൈൻസ്, അതിൻ്റെ മധ്യഭാഗം മിഡ് സെക്ഷൻ, അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ ത്രികോണം ABC-യിൽ P AB-യുടെ മധ്യബിന്ദുവാണ്. P is the midpoint of AB. Q AC-യുടെ മധ്യബിന്ദുവാണ്. Q is the midpoint of AC. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, P-യിലൂടെ BC-ക്ക് സമാന്തരമായി വരച്ചതാണ് പച്ചവര PQ. The green line PQ is the parallel line to BC through P. അപ്പോൾ ഇവിടെ PQ എന്ന വര അല്ലെങ്കിൽ P എന്ന ബിന്ദു AB-യെ AP ഈസ് ടു PB എന്ന രണ്ട് ഭാഗങ്ങളാക്കുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ, അംശബന്ധം തുല്യമായിരിക്കും, 1:1 ആയിരിക്കും. ഓക്കെ, P divides AB into two parts, AP and PB in the same ratio, 1:1. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഈ തത്വം അല്ലെങ്കിൽ തിയറം ഉപയോഗിച്ചാണ്. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത് എന്ന് നമുക്കറിയാം. In any triangle, a line parallel to one of the sides cuts other two sides in the same ratio. അപ്പോൾ PQ AB-യെ 1:1 എന്ന രീതിയിൽ ഭാഗിച്ചു. അതുകൊണ്ട് അതർ സൈഡ് AC, മറ്റേ വശമായ AC-യെയും 1:1 ഭാഗിക്കുക. ഇത് 1:1 ഭാഗിച്ചാൽ AQ ഈസ് ടു QC 1:1 ആയിരിക്കും. അപ്പോൾ Q എന്തായിരിക്കും? AC-യുടെ മധ്യബിന്ദു ആയിരിക്കും. അപ്പോൾ ആ സ്റ്റെപ്പ് 5 ഒന്ന് നോക്കൂ. പച്ചവര PQ AC-യെയും സമഭാഗമാക്കുന്നു. The green line divides AC also into equal parts. അപ്പോൾ സമഭാഗമാക്കി കഴിഞ്ഞാൽ പച്ചവര എന്തായിരിക്കും? ക്യൂവിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്, അതായത് മധ്യബിന്ദുവിലൂടെ തന്നെ ആയിരിക്കും കടന്നു പോകുന്നത്. Green line meets AC at Q. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ എത്താൻ പോകുന്ന നിഗമനമാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മുട്ടുന്നതും അതിന്റെ മധ്യബിന്ദുവിലാണ്. In any triangle, the line parallel to a side through the midpoint of another side meets the third side also at its midpoint. ABC എന്ന ത്രികോണത്തിലെ BC-ക്ക് സമാന്തരമായി P എന്ന ബിന്ദുവിലൂടെ, P ഏതാണ്? മിഡ് പോയിന്റ്, മധ്യബിന്ദുവാണ്. ഓക്കെ, AB-യുടെ മധ്യബിന്ദുവായ P-യിലൂടെ വരയ്ക്കുന്ന
സമാന്തര വര പി ക്യു എ സിയിലൂടെ കടന്നു പോകുന്നത് മധ്യബിന്ദുവിലൂടെ തന്നെ ആയിരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഈ പ്രവർത്തനത്തിന്റെ രണ്ടാം ഭാഗം നോക്കാം. അപ്പൊ നമുക്കിവിടെ ത്രികോണം എ ബി സിയിൽ പി എ ബിയുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ് പി. അതേപോലെ ക്യു എ സിയുടെ മധ്യബിന്ദുവാണ്. ഇനി തന്നിരിക്കുന്ന കാര്യം, പി ക്യു എന്ന വര എ ബി എ സി ഇവയെ തുല്യ ഭാഗങ്ങളായി മുറിക്കുന്നു. അതായത് എ പി ഈസ് ടു പി ബി സമം എ ക്യു ഈസ് ടു ക്യു സി സമം 1:1. The line PQ cuts both AB and AC in equal parts. അപ്പോൾ the ratio 1:1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? നോക്കൂ, രണ്ടു വശങ്ങളെ ഒരു വര ഒരേ അംശബന്ധത്തിൽ മുറിച്ചാൽ ആ വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏത് ത്രികോണത്തിലും രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. In any triangle, a line dividing two sides in the same ratio is parallel to the third side. അതുകൊണ്ട് നമുക്ക് പി ക്യു പാരലൽ ടു ബി സി, പി ക്യു ബി സിക്ക് സമാന്തരമാണ് എന്നെഴുതാം. ഇതിൽ നിന്നും നമുക്ക് ഒരു നിഗമനം എഴുതാം. എന്താണ് നോക്കൂ, ഓർത്തു വെക്കേണ്ട നിഗമനമാണ്. ഏത് ത്രികോണത്തിലും രണ്ടു വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. In any triangle, the line joining the midpoints of two sides is also parallel to the third side. Okay. അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം ഒന്നുകൂടി ഓർമ്മിച്ചെടുത്താലോ? ഏതു ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മുട്ടുന്നതും അതിന്റെ മധ്യബിന്ദുവിലാണ്. അതിനെ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ്? ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവുമാണ്. In any triangle, the line parallel to a side through the midpoint of another side meets the third side also at its midpoint. അതിനെ തിരിച്ചു പറഞ്ഞാൽ, on the other hand, in any triangle, the line joining the midpoints of two sides is parallel to the third side. Okay. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇവിടെ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച എന്ത് സംഭവിക്കും? What if we join the midpoints of all three sides?
അപ്പൊ ആദ്യം ഇതിന്റെ ത്രികോണം എ ബി സിയുടെ ഓരോ വശത്തിന്റെയും മിഡ് പോയിന്റ്സ് എഴുതാം. അപ്പോൾ ത്രികോണം എ ബി സിയിൽ ഡി എ ബിയുടെ മധ്യബിന്ദു, മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇ ആദ്യം എഫ് ആണ് എഴുതുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ബി സിയുടെ മധ്യബിന്ദു, മിഡ് പോയിന്റ് ഓഫ് ബി സി. ഇനി നമുക്ക് ഇ, മിഡ് പോയിന്റ് ഓഫ് എ സി, എ സിയുടെ മധ്യബിന്ദു. അപ്പോൾ ഈ ഡിയും ഇയും എഫും നമ്മൾ ചേർത്ത് വരച്ചു. അപ്പോൾ ത്രികോണത്തിന് എന്ത് സംഭവിച്ചു? അപ്പോൾ നമുക്ക് 4 ചെറിയ ത്രികോണങ്ങൾ കിട്ടി. ട്രയാങ്കിൾ എ ഡി ഇ പച്ച, ത്രികോണം ബി ഡി എഫ് നീല, ട്രയാങ്കിൾ സി ഇ എഫ് ചുവപ്പ്, ട്രയാങ്കിൾ ഡി ഇ എഫ് മഞ്ഞ. അപ്പോൾ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് 4 ട്രയാങ്കിൾസ്, 4 ത്രികോണങ്ങൾ കിട്ടും. ഇനി ഈ ചിത്രത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 4 ത്രികോണങ്ങളും ഒരുപോലെ തോന്നുന്നില്ലേ? ഉണ്ട്. അത് ശരിയാണോ എന്ന് നമുക്ക് തെളിയിക്കണം. അതായത് ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന 4 ത്രികോണങ്ങൾ അവ തുല്യമാണ് എന്ന് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം ത്രികോണം ബി ഡി എഫ് ത്രികോണം ഡി ഇ എഫിന് തുല്യമാണോ എന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നീല ത്രികോണം ബി ഡി എഫും മഞ്ഞ ത്രികോണം ഡി ഇ എഫും പരിഗണിച്ചാൽ, കൺസിഡറിംഗ് ട്രയാങ്കിൾ ബി ഡി എഫ് ആൻഡ് ട്രയാങ്കിൾ ഡി ഇ എഫ്, ഇതിൽ ഈ ഡി എഫ് നോക്കൂ, രണ്ടിനും കോമൺ ആണ്. ഡി എഫ് പൊതുവശം, ഡി എഫ് ഈസ് കോമൺ സൈഡ്. ഇനി ഇവിടെ നീല ത്രികോണത്തിലെ മുകളിലുള്ള കോണും മഞ്ഞ ത്രികോണത്തിലെ താഴത്തെ കോണും തുല്യമാണ്. ആംഗിൾ ബി ഡി എഫ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എഫ് ഇ. ഇവ ഏകാന്തര കോണുകളാണ്. എങ്ങനെയാണ് ഇവ ഏകാന്തര കോണുകളായതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നീല ത്രികോണവും മഞ്ഞ ത്രികോണവും എടുക്കുക. അപ്പോൾ ഇവിടെ ഡി ഇ എന്ന വര ബി എഫ് എന്ന വരയ്ക്ക് എന്താണ്? സമാന്തരമാണ്, പാരലൽ ആണ്, അല്ലെ? ട്രയാങ്കിൾ എ ബി സിയിൽ ബി സിക്ക് സമാന്തരമായി വരുന്ന വരയാണ് ഡി. കാരണം ഡിയും ഡിയും ഇയും ഇവയുടെ മധ്യബിന്ദുക്കളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിയും ബി സിയും സമാന്തര വരകളായതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഡി എഫ് എന്ന വര കട്ട് ചെയ്താൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. അതായത് ബി ഡി എഫ് ഇ എന്ന ഒരു ഭാഗം എടുക്കുക. അപ്പൊ നമുക്കതൊരു സെഡ് പോലെയല്ലേ? ഓക്കെ,
അപ്പോൾ ഒരു വരയെ വേറെ ഒരു വര മുറിച്ചാൽ ഇവിടെ 4 കോണുകൾ ഉണ്ടാവും. അതിൽ അടുത്തടുത്ത് ഉള്ള കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇതിന് നേരെ എതിരെ കിടക്കുന്ന കോണ് തുല്യമായിരിക്കും. അതാണ് ഏകാന്തര കോണുകൾ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു ഇതില് BDFE എന്ന് പറയുമ്പോൾ ഇതിന്റെ എതിരായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവരെന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു Z പോലെ എടുത്താൽ ഇവിടെയുള്ള ഈ 2 കോണുകൾ തുല്യമായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോൺ BDF കോൺ DFEക്ക് തുല്യമാണ്. കാരണം അവ ഏകാന്തര കോണുകൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ത്രികോണങ്ങളിലും ഒരു വശവും ഒരു കോണും തുല്യമാണെന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു കോണും കൂടി നോക്കാം. ഇപ്പൊ ഈ പൊതുവശം വരുന്ന വേറെ ഒരു കോണ് നോക്കിയാലോ? പൊതുവശം വരുന്ന വേറെ ഒരു കോൺ എന്ന് പറയുമ്പോൾ ഏതെടുക്കാം? ഇവിടെ നമ്മൾ ഇപ്പൊ എടുത്തത് ഏതാണ്? ഇതാണ് എടുത്തത് അല്ലേ? നമുക്കിനി ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താലോ? EDFB എടുത്താലോ? അതെടുത്താൽ ഈ കോണും തുല്യമാണെന്ന് കിട്ടും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. കോൺ DFB അതാണ് ഇത്. അതും FDEയും അത് രണ്ടും എന്താണ്? തുല്യമാണ്. കാരണം അതൊരു Z-നെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപമാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ കോണും തുല്യമാണ്. അത് ഏകാന്തര കോണുകളാണ്. They are alternate angles. അപ്പൊ ഇവിടെ ഒരു വശവും ആ വശത്തോട് ചേർന്ന 2 കോണുകളും തുല്യമായ 2 ത്രികോണങ്ങളാണ്. ത്രികോണം BDFും അതേപോലെ ത്രികോണം DEFും. അപ്പൊ നമുക്ക് അവ തുല്യമാണെന്ന് കിട്ടി. ഒരു വശവും അതിന്റെ 2 അറ്റങ്ങളിലെ കോണുകളും തുല്യമായതിനാൽ ഈ 2 ത്രികോണങ്ങളും പരസ്പരം തുല്യമാണ്. Since one side and the angles at its ends are equal, so both triangles are equal. ഈ ഏകാന്തര കോണുകൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈ രീതി ഉപയോഗിച്ച് അടുത്തതായി മഞ്ഞയും പച്ചയും തുല്യമാണെന്നും പിന്നെ മഞ്ഞയും ചുവപ്പും തുല്യമാണെന്നും നമുക്ക് ഇതേ രീതിയിൽ തെളിയിക്കാം. അപ്പോൾ ഒരു ത്രികോണത്തിലെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന 4 ത്രികോണങ്ങളും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതുകൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ത്രികോണം ADE പച്ച ത്രികോണം, DEF മഞ്ഞ ത്രികോണം. ഈ രണ്ടും നോക്കുമ്പോൾ ഇവിടെ പൊതുവശമാണ് DE, സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം, ADEF. അപ്പൊ നമുക്ക് എന്താണ്? അതൊരു Z പോലത്തെ കിട്ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ADEF. അപ്പോ ഇതും തുല്യമായിരിക്കും. കോൺ ADEയും കോൺ DEFും ഏകാന്തര കോണുകളാണ്, അതുകൊണ്ട് തുല്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വശം വരുന്ന വേറെ ഒരു Z പോലത്തത് എടുക്കണം. അത് എന്തായിരിക്കും?
ഈ ത്രികോണത്തിൽ അങ്ങനെ വരണമെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ആരാണ്? ഈ വശം നമ്മൾ എടുത്തു. ഇനി ഈ വശം വെച്ചിട്ടുള്ളത് എടുക്കുകയാണ്. AEDF. അങ്ങനെ എടുക്കുമ്പോൾ കോൺ AEDയും കോൺ EDFും ഏകാന്തര കോണുകളാണ്. അപ്പോൾ തുല്യമാണ്. ഒരു വശവും അതിൻ്റെ രണ്ടറ്റങ്ങൾ ഡിയിൽ നിന്നും ഇയിൽ നിന്നുമുള്ള കോണുകൾ അത് എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും പരസ്പരം തുല്യമാണ്. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. മഞ്ഞയും മഞ്ഞയും ചുവപ്പും. അതുകൂടി നോക്കാം. അപ്പോൾ EFC ചുവന്ന ത്രികോണം, DEF മഞ്ഞ ത്രികോണം. ഇവർക്ക് പൊതുവായിട്ട് ആരാ ഉള്ളത്? EF ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ തുടങ്ങാം. CFED. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് പോലെയാണല്ലോ. അത് നമ്മളിവിടെ എഴുതുമ്പോൾ കോൺ ഏത് വരും? EFCയും അതേപോലെ FEDയും തുല്യമാണെന്ന് എഴുതാം. ഓക്കെ, കോൺ DEF സമം കോൺ EFC അങ്ങനെ എഴുതാം. ഏകാന്തര കോണുകൾ. ഇനി ഇതേ വശം വരുന്ന വേറെ ഒരു Z പോലെ ഉള്ളത് നോക്കൂ. നമുക്കത് എങ്ങനെ എഴുതാം? ഇവിടെ തുടങ്ങാം. നമ്മൾ DEയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് DF എടുക്കാം അല്ലേ? DFEC എടുക്കാം. അപ്പോഴും ഈ വശം വരുന്നുണ്ട്. ഓക്കെ, DFEC ആണ് ബാക്കിയുള്ളത്. അതെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കോൺ DFE അതേപോലെ കോൺ FEC ഇത് രണ്ടും തുല്യമാണെന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കോൺ FEC സമം കോൺ EFD. അതും ഏകാന്തര കോണുകളാണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിൽ ഒരു വശവും അതിൻ്റെ രണ്ട് അറ്റത്തിലെ കോണുകളും തുല്യമായതിനാൽ ഈ രണ്ട് ത്രികോണങ്ങളും പരസ്പരം തുല്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ത്രികോണം BDF, ത്രികോണം ADE, ത്രികോണം EFC, ത്രികോണം DEF. ഈ 4 ചെറിയ ത്രികോണങ്ങളും പരസ്പരം തുല്യമാണെന്ന് കിട്ടി. All 4 small triangles are equal to each other. ഓക്കെ, ഇനി ഇവിടെ ഓരോ ത്രികോണങ്ങളുടെയും വശങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് നീല ത്രികോണത്തില് ഈ സൈഡ് വലിയ ത്രികോണത്തിന്റെ BCയുടെ ഭാഗമാണ്. BD എന്ന് പറയുന്നത് ABയുടെ ഭാഗമാണ്. പിന്നെ DF എന്ന് പറയുന്നത് ഏതിന് സമാന്തരമാണ്? ACക്ക് സമാന്തരമാണ്. ഓക്കെ, അതായത് ECക്ക് തുല്യമാണ്. ഇനി നമ്മുടെ മഞ്ഞ ത്രികോണം എടുത്തു നോക്കൂ. മഞ്ഞ ത്രികോണത്തിൽ DFും ECയും എന്താണ്? സമാന്തരമാണ്. അതേപോലെ DEയും FCയും സമാന്തരമായതുകൊണ്ട് ഈ FC ആയിരിക്കും ഇവിടെ വരുന്നത്. അതേപോലെ
ഇ എഫും ഡി ബിയും സമാന്തരമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 4 ത്രികോണത്തിലും നമുക്ക് എന്താണ് വശങ്ങൾ ഒരേപോലെയാണെന്ന് കിട്ടും. അപ്പോ വശങ്ങളുടെ നീളം ഒരേപോലെയാണെന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഈ 4 ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളം തുല്യമാണ്. അതുകൊണ്ട് ഓരോ വശവും വലിയ ത്രികോണത്തിന്റെ ഓരോ വശത്തിന്റെ പകുതിയാണ്. മനസ്സിലായോ? ഓക്കെ, സിൻസ് the length of sides of these 4 triangles are equal, each side is half of each side of the large triangle. ഇതിൽ നിന്നും നമുക്ക് ഒരു നിഗമനത്തിലെത്താം. അതായത് ഇതാണ് നിഗമനം. ഏത് ത്രികോണത്തിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയാണ്. ഇപ്പൊ നമ്മള് ഇവിടെ ത്രികോണം ABC-യിൽ ഡിയും ഇയും യോജിപ്പിച്ചാൽ ഡി കിട്ടുന്നുണ്ടല്ലോ, അത് മൂന്നാമത്തെ വശമായ BCയുടെ പകുതിയായിരിക്കും. അതേപോലെ DF AC-യുടെ പകുതിയായിരിക്കും. FE AB-യുടെ പകുതിയായിരിക്കും. കാരണം EF ഈ 2 വശങ്ങളിലാണ്, വശത്തിന്റെ മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് മൂന്നാമത്തെ വശത്തിന്റെ പകുതിയായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി. ഏത് ത്രികോണത്തിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ പകുതിയുമാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കൺക്ലൂഷൻ. ഏത് ത്രികോണത്തിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെന്ന് നമ്മൾ ആദ്യം തെളിയിച്ചു. പിന്നെ ആ സമാന്തര വരയുടെ നീളം മൂന്നാമത്തെ വശത്തിന്റെ പകുതിയാണ് എന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ ഏത് ത്രികോണത്തിലും 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്, അതേപോലെ മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ the length of the line joining the midpoints of 2 sides, മിഡ്പോയിന്റ്സ് ഡിയും ഇയും ജോയിൻ ചെയ്താൽ ഡി കിട്ടി, അതാണ് ലൈൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് BC. ഇനി ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ ABC, the line joining the midpoints of 2 sides, ഇവിടെ DE, is parallel to the third side BC, and the length of DE is half the length of BC. മൂന്നാമത്തെ തേർഡ് സൈഡിന്റെ ലെങ്ത്തിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേജ് 53 മുതൽ 55 വരെയുള്ള 5 ചോദ്യങ്ങൾ ആണ് നമുക്ക് ചെയ്യാനുള്ളത്.
അത് ഓരോന്നായി നമുക്ക് അടുത്ത വീഡിയോ മുതൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. ഈ വീഡിയോയിൽ എന്ത് മോഡിഫിക്കേഷൻസ്, എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുത്തേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായി അറിയിക്കുക. അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്.